പ്ലസ് ടു ഫിസിക്സ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ. നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് കംപ്ലീറ്റ് ആൻസർ, ഓക്കെ, പെർഫെക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടും. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഏതൊക്കെ ഡെറിവേഷൻസ് വരുമോ എല്ലാം കറക്റ്റായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും. ഓക്കെ, അത് പഠിച്ചാൽ ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കുകയും വേണം. കാരണം നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷയിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ലൊരു മാർക്കിന് ഡെറിവേഷൻസ് ചോദിക്കും. പിന്നെ ഡെറിവേഷൻസിൻ്റെ ഒരു ഗുണം എന്താണ്? നിങ്ങൾ കുറേ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നാളെ പ്രോബ്ലം ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് ട്രിക്കി പ്രോബ്ലം ആണ്, നിങ്ങൾ ചിന്തിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. ഡെറിവേഷൻസിന് ആ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾ എഴുതുന്നു. ഓക്കെ, ബയോളജി ഒക്കെ പഠിക്കുന്ന പോലെയാണ്. അർത്ഥനാവശ്യം കേൾക്കേണ്ട, പക്ഷേ ബയോളജി ഒക്കെ പഠിക്കുന്നതാണ്. പഠിച്ചു പോകുന്ന കൂടെ എഴുതുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു ഗുണമുള്ളതുകൊണ്ട് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പിക്കാം. സംശയം പോലും ഇല്ല. കാരണം പ്രോബ്ലംസ് ഒക്കെ സംശയമാണ്. ഇത് സംശയം പോലും ഇല്ല. പഠിച്ചാൽ മാർക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. എഴുതി വെച്ചാൽ മാർക്ക് കിട്ടി. അപ്പോൾ ആ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കേണ്ട ഡെറിവേഷൻസ് ആണ് ഓരോ ചാപ്റ്ററിന് എടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പറയാൻ മറക്കല്ല, നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം വീണ്ടും ഓർമ്മിക്കുന്നു, ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഓബ്വിയസ്ലി നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 3 ഡെറിവേഷൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡൈപോൾ അവൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലും അതേപോലെ ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റിലും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അത് ഡിറൈവ് ചെയ്യാൻ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2, 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുള്ളൂ. അപ്പോൾ അത് രണ്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അതേപോലെ ഗോസസ് ലോൻ്റെ ആപ്ലിക്കേഷൻസ് 3 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ചാർജ് വയർ, അതേപോലെ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ഒരു ചാർജ് ഷീറ്റ്, അതേപോലെ സ്ഫെറിക്കൽ ഷെല്ല്. ഇതിൻ്റെ 3ൻ്റെയും മുകളിൽ നമ്മൾ ഗോസസ് ലോ കൊണ്ട് അപ്ലൈ ചെയ്ത് ആ 3 സാധനങ്ങൾ കാരണം അവരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പരീക്ഷ ചോദിക്കും. 100% ഗോസസ് ലോൻ്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചിരിക്കും. അതിൽ 70% ചാൻസ് ഉള്ള നമ്മുടെ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെയാണ്. ഒരു 20% ചാൻസ് ഷീറ്റിൻ്റെ ആയിരിക്കും. 10% ചാൻസ് നമ്മുടെ ലൈൻ ചാർജിൻ്റെ ആയിരിക്കും, അല്ലേ, ഒരു സ്ട്രെയിറ്റ് ലോങ് ഇൻഫിനിറ്റ്ലി ലോങ് ചാർജിൻ്റെ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക. അതിൻ്റെ വെയിറ്റേജ് എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പ്രകാരം ഞാൻ പറഞ്ഞു. പക്ഷെ 3 പഠിക്കണം, കാരണം ഏതെങ്കിലും ഒന്ന് ചോദിക്കും. പിന്നെ ടോർക്ക് ഓൺ ഡൈപോൾ, ടോർക്ക് ഇസ് ഈക്വൽ ടു പി ക്രോസ് സി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനിൽ അത് ഡിറൈവ് ചെയ്യാൻ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ നിന്ന് ഡെറിവേഷൻസ് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അതിൽ 2 മെയിൻ ഡെറിവേഷൻസ് ആണുള്ളത്. ഒന്ന്, ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജിയുടെ എനർജി ഡെൻസിറ്റിയുടെ ഫോർമുലയും ചോദിക്കും. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. സിമ്പിൾ ഡെറിവേഷൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷേ അത് എങ്ങനെ കിട്ടിയെന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതേപോലെ പാരലൽ ആണെങ്കിൽ ഫോർമുല നിങ്ങൾക്ക് അറിയായിരിക്കും. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണ്? പാരലാണ് C1 + C2 + C3 + C+, അങ്ങനെ പോവും, ആഡ് ചെയ്ത് പോവും. അതെങ്ങനെ കിട്ടി എന്ന് നിങ്ങൾ ഡിറൈവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഒരു 3-4 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കാം. ഓക്കെ, ആ 2 സാധനങ്ങളെ ചോദിക്കാറുള്ളൂ കേട്ടോ. തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി, കുറച്ചധികം ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ ഇത് ഡെറിവേഷൻസ് ഞാൻ പറയുമ്പോൾ സ്ട്രിക്ട്ലി ഡെറിവേഷൻസ് ആവണമെന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഒരു ഡെറിവേഷൻ ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വരയ്ക്കാൻ പറയും, എന്നിട്ട് അതിൻ്റെ ബാലൻസ് കണ്ടീഷനെ ഡിറൈവ് ചെയ്യാൻ പറയും. ഓക്കെ, നിങ്ങൾക്കറിയാം R2/R1 = R4/R3 ആണ് ബാലൻസ് കണ്ടീഷൻ. ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോകാത്തപ്പോൾ ഉള്ള സംഭവം. അത് ഡിറൈവ് ചെയ്യാം. എങ്ങനെ ഡിറൈവ് ചെയ്യുക? കിർച്ചോഫ്സ് ലോ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാം. ഞാൻ പറയുന്ന ഒന്നും സാർ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ബാലൻസ് കണ്ടീഷൻ, കിർച്ചോഫ് ലോ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എവിടുന്നെങ്കിലും പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഒന്നെങ്കിൽ എക്സാമിനറിൽ ജോയിൻ ചെയ്ത് ഇനിയെങ്കിലും നിങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 22 അപ്പോഴെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും പഠിച്ചോ അതൊക്കെ. കാരണം ഇതൊക്കെ ചോദിക്കും. കിർച്ചോഫ് ലോ ഉപയോഗിച്ചിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറയും. മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും, മീറ്റർ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ ഒന്നല്ല ഉള്ളത്, പക്ഷേ അത് വരച്ച് കൺസ്ട്രക്ഷൻ വരച്ച് വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതി മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു അൺനോൺ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാമെന്ന് ജസ്റ്റ് ഒരു ഇക്വേഷൻ വെച്ച് എഴുതിയാൽ മതി. കുറച്ച് എഴുത്തും ഒരു ഇക്വേഷൻ എഴുതി വെച്ചാൽ അത് കഴിഞ്ഞു. ലാസ്റ്റ് പൊട്ടൻഷ്യോമീറ്ററിന് 2 ആപ്ലിക്കേഷനാണുള്ളത്. ഒന്ന്, കമ്പയർ ചെയ്യാൻ വേണ്ടി 2 EMF, 2 സെൽസിൻ്റെ EMF കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. ആ ഡെറിവേഷൻ അല്ല, വീണ്ടും കൺസ്ട്രക്ഷനൊക്കെ ചെയ്യണം, വരച്ച് വെക്കണം. അതേപോലെ തന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതുക. പിന്നെ എന്താണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള 2 ഇക്വേഷനുള്ളൂ, അതുകൊണ്ട് എഴുതി വെക്കാം. ഓക്കെ, അതേപോലെ ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ആ 2 ആപ്ലിക്കേഷനാണ് നിങ്ങൾ പൊട്ടൻഷ്യോമീറ്ററിന് പഠിക്കേണ്ടത്. ഒരു സംശയമില്ല, ഇതിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ പരീക്ഷ ചോദിച്ചിരിക്കും. ഡെറിവേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിൽ ഏതെങ്കിലും ഒരു സാധനം പരീക്ഷ ചോദിച്ചിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. 4ാമത്തെ ചാപ്റ്ററിലേക്ക് മൂവിങ് ഓൺ. ടോർക്ക് ഓൺ കറന്റ് ലൂപ്പ്,
ഇമ്പോർട്ടൻ്റ് ആണ്. എം ക്രോസ് ബി ടോർക്ക് ഇസ് ഈക്വൽ ടു എം ക്രോസ് ബി എന്ന് പറഞ്ഞ ഡെറിവേഷൻ ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എങ്കിലും പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പരീക്ഷ ചോദിക്കാത്ത സാധനമൊന്നുമല്ല. നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ വയർ. ഒരു സർക്കുലർ കറന്റ് ക്യാരിങ് വയറിന്റെ ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെറിവേഷൻ ഒരു ഫോർമുലയൊക്കെ ഉണ്ടല്ലോ, ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 IA സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഹോൾ റേസ് ടു 3/2. കാണുമ്പോൾ പേടിയൊക്കെ ആവുന്നത് ഡെറിവേഷൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ബയോസവോയിഡ് ലോട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അത് ചോദിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈംസ്. ഓക്കെ, കുറച്ച് ലെങ്തി ആയ ഡെറിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ പഠിച്ചു വെച്ചോ, കാരണം പരീക്ഷ ഇത്രയോ പ്രശ്നം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അത് ഡെറിവേഷൻ ഒന്നും പറയാൻ പറ്റില്ല. സൈക്ലോട്രോണിന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും പരീക്ഷ ചോദിക്കും. അതിനോടൊപ്പം തന്നെ ഒബ്റ്റെയിൻ ദ ഫോർമുല അല്ലെ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് ചോദിക്കും. ഓക്കെ, എഴുതി വെക്കാനല്ല, ഒബ്റ്റെയിൻ ചെയ്യാൻ പറയും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, 2-3 സ്റ്റെപ്പേ ഉള്ളൂ. അത് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് ഈ 4ാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. 5ാമത്തെ ചാപ്റ്റർ ഡെറിവേഷൻ വീണ്ടും ഇല്ല, പക്ഷേ ഹിസ്റ്ററിസിസ് കർവ് വരയ്ക്കാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൽ റിട്ടൻറ്റിവിറ്റിയും കോഴ്സിവിറ്റിയും മാർക്ക് ചെയ്യാൻ പരീക്ഷ ചോദിക്കും. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ അല്ല, പക്ഷേ ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് 6th ചാപ്റ്റർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ, അതിൻ്റെ മാഗ്നറ്റിക് എനർജീൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാനും അതേപോലെ മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യാനും ചോദിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ്, സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ്, അതിൻ്റെ ഫോർമുലാസ് ഡിറൈവ് ചെയ്യാൻ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മോഷണൽ EMF. മോഷണൽ EMF ഒരു പ്രാവശ്യം എന്തോ ചോദിച്ചിട്ടുള്ളൂ, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. പക്ഷേ ഈ 3 ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും പരീക്ഷ വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഡെറിവേഷൻസ്. ഒക്കെ വേറെ EMI എന്ന് വേറെ ഡെറിവേഷൻസ് ഒന്നും ചോദിക്കില്ല. AC-യിലേക്ക് വരികയാണെങ്കിൽ AC-യിൽ ഒരു സാധനം ചോദിക്കുള്ളൂ. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻഡക്ടർ സർക്യൂട്ട്, പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട്, അല്ലെ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്, ഒരു കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിന്റെ സർക്യൂട്ട് അനാലിസിസ് ചെയ്യാൻ പറയും. അതായത് വോൾട്ടേജിന്റെയോ അല്ലെങ്കിൽ കറണ്ടിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറയും. അവരുടെ ഫേസ് ഡിഫറൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറയും. ഓക്കെ, കറണ്ടും വോൾട്ടേജും നമ്മുടെ ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറയും. അത് ഒരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ LCRന്റെ ഡെറിവേഷൻ ചോദിക്കാറില്ല, പക്ഷേ LCRന് എന്തെങ്കിലും ഫേസർ ഡയഗ്രാമോ അല്ലെങ്കിൽ ഇംപിഡൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ LCRന് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസർ ഡയഗ്രാം ഒക്കെ പഠിച്ചു വെക്കുക. അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണമെന്നില്ല, ചോദിച്ചിട്ടില്ല ഇതുവരെയായിട്ട്, എങ്കിലും പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്താണ് എങ്ങനെയാണ് ആ സാധനം വന്നതെന്നുള്ളത് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ചോദിച്ചിട്ടില്ല പരീക്ഷ. ഓക്കെ, പക്ഷേ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇംപിഡൻസ് ഉപയോഗിച്ചിട്ടുള്ളതും ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഫേസർ ഡയഗ്രാം വെച്ചിട്ട് കാണിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നിങ്ങൾ ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. EM waves ഒരു ഡെറിവേഷൻ പഠിക്കാനില്ല. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് റിയോപ്റ്റിക്സ് ആണ്. EM wavesൻ്റെയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. റിയോപ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീണ്ടും ചോദിച്ചുള്ള ഡെറിവേഷൻസ് ആണിത്. ഒന്ന് മിറർ ഫോർമുല ഡെറിവേഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡെറിവേഷൻ. ഓക്കെ, ലെൻസ് ഫോർമുല അല്ല, ലെൻസ് ഇക്വേഷൻ അല്ല, 1/f = 1/v - 1/u അല്ല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡെറിവേഷൻ. കോമ്പിനേഷൻ ഓഫ് ലെൻസ്, 2 ലെൻസ് ഒരുമിച്ച് വെച്ചാൽ ആ രണ്ട് ലെൻസിന്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്തിന്റെ എഫക്റ്റീവ് പവറിന്റെയും ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ഒരു പ്രിസത്തിനുള്ളിൽ റിഫ്രാക്ഷൻ നടന്നാൽ ഡീവിയേഷന്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നുള്ള അതിന്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഒന്നും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വേവ് ഒപ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾ ആ സ്ട്രക്ചറൊക്കെ വരയ്ക്കുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് പൊസിഷൻ ഓഫ് ഡാർക്ക് ബാൻഡ്, പൊസിഷൻ ഓഫ് വൈറ്റ് ബാൻഡ്, അതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറയും. വലിയ ഡെറിവേഷൻ ഒന്നല്ല, 2-3 സ്റ്റെപ്പൊക്കെ ഉള്ളൂ, പക്ഷേ അത് ചോദിക്കും. അതേപോലെ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതേപോലെ നമ്മുടെ ഹൈഗൻസ് തിയറി അല്ല ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് റിഫ്രാക്ഷൻ്റെ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാനും റിഫ്ലക്ഷൻ്റെ ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പരീക്ഷ ചോദിക്കും കേട്ടോ. ഓക്കെ, സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തുപയോഗിക്കണം, ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് വേവ് നേച്ചർ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറയും. അതേപോലെ റിഫ്ലക്ഷൻ്റെ ലോയും പ്രൂവ് ചെയ്യാൻ പറയും. ഓക്കെ, ശരി. നെക്സ്റ്റ് ചാപ്റ്റർ ഡുവൽ നേച്ചർ. ഡെറിവേഷൻ ഒന്നുമില്ല, പക്ഷേ ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ വരച്ച് അതിൽ നിന്ന് നിങ്ങൾ ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് എന്തിനായിരുന്നു, ഇലക്ട്രോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ അതിൻ്റെ വേവ് നേച്ചർ, ഇലക്ട്രോൺ ഒരു വേവ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ്, പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ആ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ കണ്ടെത്തിയേ അല്ലെ പ്രൂവ് ചെയ്തേ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങളെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെറിവേഷൻ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, ഒരു ഒറ്റ ഫോർമുലയേ ഉള്ളൂ, അത് എങ്ങനെ പ്രൂവ് ചെയ്തെന്ന് കാണിച്ചു കൊടുത്താൽ പരിപാടി തീർക്കും. ഓക്കെ, നെക്സ്റ്റ് ആറ്റംസ് ആണ്. ആറ്റംസിൽ 2 പ്രാവശ്യം ചോദിച്ചുള്ളൊരു ചോദ്യമാണ് റേഡിയസ് ആൻഡ് എനർജി ഓഫ് ഒരു പ്രത്യേക ഓർബിറ്റ്. ഓക്കെ, യൂസിങ് ബോർ മോഡൽ ഉപയോഗിച്ചിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറയും. ചിലപ്പോൾ ചോദിക്കും. ഇത് ഈ ചാപ്റ്ററിലല്ലോ, അപ്പോൾ ഇത് ചാപ്റ്ററില്ല കേട്ടോ. ഓക്കെ, അത് നമുക്ക് കട്ട് ചെയ്തല്ലേ. ഓക്കെ, എന്തിനാ അവിടെ ഉള്ളത്, ഇത് കഴിഞ്ഞ ചാപ്റ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഇതില്ല. അപ്പോൾ ഇത് മാത്രമേ ആറ്റംസ് എന്ന് പഠിക്കാനുള്ളൂ ഡെറിവേഷൻ വൈസ്. ന്യൂക്ലിയയിൽ നിന്ന് നമ്പർ ഓഫ് ന്യൂക്ലിയയുടെ അറ്റ് എനി ടൈം,
അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സെമി കണ്ടക്ടേഴ്സിന് 2 ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും ചോദിക്കാറ്. ഒന്ന് ഫുൾ വേവ് റെക്ടിഫയറുടെ വർക്കിംഗ് ചോദിക്കാറുണ്ട്, അതേപോലെ വോൾട്ടേജ് ഗെയിൻ ഇൻ CE ആംപ്ലിഫയർ. ഓക്കെ, CE ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ്റെ എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിന് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിന്, ഓരോ ചാപ്റ്ററിന് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് / ഇങ്ങനെ എക്സ്പ്ലനേഷൻ, ഓരോ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം അതും നമ്മൾ ഇതിനുള്ളിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അതേ ഉള്ളൂ. കാരണം പരീക്ഷ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് എഴുതി വെക്കാൻ പറ്റുന്നില്ലേ, ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്തിനാ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് മീറ്റർ ബ്രിഡ്ജിൻ്റെ വർക്കിങ്ങും വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ കൺസ്ട്രക്ഷനും അറിയെങ്കിൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓരോ ഡെറിവേഷനും എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ സാധനമാണ് ഈ ഡെറിവേഷൻ. അതൊന്ന് വൃത്തിക്ക് പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ സിമ്പിളായിട്ട് മാർക്ക് കിട്ടും. പിന്നെ പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്താണ്, ഇക്വേഷനും കാര്യങ്ങളും അറിയാം, കോൺസെപ്റ്റ് പറയുമെങ്കിൽ അവിടെയും മാർക്ക് വീണു. ഇങ്ങനെയാണ് +2 ഫിസിക്സ് പരീക്ഷയിൽ നിങ്ങൾ മാർക്ക് വാങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവ്രിവൺ. ഇനി കൂടുതൽ എന്തെങ്കിലും സഹായം ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഫിസിക്സിൻ്റെ ആയിക്കോട്ടെ, ജനറൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. വലിയ സന്തോഷമായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് ഫിസിക്സ് എക്സാം എഴുതുന്നുള്ള കാര്യം എനിക്കറിയാം. ഓക്കെ, ശരി.